ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആണവ പദ്ധതി പുരോഗമിക്കുന്നതിൻ്റെ പേരിൽ ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ നടപടി ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ ഇടപെടുമെന്ന് ചൈനയും റഷ്യയും അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എത്രയും വേഗം അമേരിക്ക ബഹുരാഷ്ട്ര ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇറാനെതിരെ സൈനിക നടപടിക്കുള്ള സാധ്യത ഉയർത്തിക്കാട്ടുന്ന പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ നടപടി ഉത്തരവാദിത്തമില്ലാത്തതാണ് എന്നാണ് ഈ റഷ്യയും ചൈനയും ഒക്കെ പറയുന്നത്. തന്നെയുമല്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ആണവ വിഷയത്തിൽ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാന്റെ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്ക് പുതിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് റഷ്യയും ചൈനയും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പരസ്പര ബഹുമാനത്തിന്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ നയതന്ത്ര ഇടപെടലും സംഭാഷണവും മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രായോഗികമായ ഒരു ഓപ്ഷൻ എന്ന് ഇറാൻ ഉൾപ്പെടെ ഈ മൂന്ന് രാജ്യങ്ങളും ഇപ്പോൾ ആവർത്തിച്ച് അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചൈനയും റഷ്യയുമൊക്കെ UN സുരക്ഷാ കൗൺസിലിലെ അമേരിക്കയെ പോലെ തന്നെ അംഗത്വമുള്ള രാജ്യങ്ങളാണ്. അവർ ഉൾപ്പെടെ 2015 ഇറാന്റെ ഊർജ ആവശ്യങ്ങൾക്കുള്ള ആണവ കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂടിന്റെ കരാറിൽ ഒപ്പുവെക്കുന്നതിൽ ജർമ്മനിക്കും യൂറോപ്യൻ യൂണിയനുമൊപ്പം ഫ്രാൻസും ബ്രിട്ടനും വരെ പങ്കെടുത്തെങ്കിലും 2018 ട്രംപ് ഈ കരാറിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം ഇറാൻ ഒരിക്കലും ഒരാവശ്യങ്ങൾക്കും ആണവായുധം ശേഖരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് തീരെ ഇഷ്ടമുള്ള ഇടപാടല്ല. അതുകൊണ്ട് തന്നെ അണവായുധം എന്ന പേര് കേട്ടാൽ തന്നെ ഈ അമേരിക്ക അതിനെ എതിർക്കുകയാണ് പതിവ്. ഈ ചൈനയും റഷ്യയൊക്കെ ഈ ഇറാന്റെ കൂടെ നിൽക്കുന്നത് ഊർജ കരാറുകൾ വഴി ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനുമായി അടുത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് ബോംബ് വഹിക്കാവുന്ന ഡ്രോണുകൾ നൽകിയിട്ടുമുണ്ട്. അതായത് ഈ ആണവ ബോംബുകളൊക്കെ വഹിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഇറാൻ ഈ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ അണുവായുധം സ്വന്തമാക്കുന്നതിൽ ഈ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒന്നും വലിയ പരാതിയൊന്നുമില്ല. അവർക്ക് ഭീഷണിയുമല്ല ഇറാൻ. ഈ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് തോന്നുന്നത് ഇസ്രായേൽ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ തോന്നിയാസങ്ങളെ മിഡിൽ ഈസ്റ്റിൽ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഭയം കൂടി അടിച്ചൊതുക്കാൻ കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും അവരുടെ തോന്നിവാസം അനുസരിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് പെരുമാറാൻ കഴിയും. ആ ഒരു സഹായമാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇറാൻ അണുവായുധം സ്വന്തമാക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് അനുകൂലമായി മറ്റ് രാജ്യങ്ങൾ നിൽക്കണമെന്ന് പറയുന്നതിൽ റഷ്യയും ചൈനയും ഒക്കെ നേരത്തെ തൊട്ടേ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവ പദ്ധതി വളരെ സമാധാനപരമാണെന്നാണ്. എന്തൊക്കെ അവർ പറഞ്ഞിട്ടും ഇറാൻ ആണവ പദ്ധതി തയ്യാറാക്കിയാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നും ആണവ റിയാക്ടറുകൾ നശിപ്പിച്ച് കളയുമെന്നൊക്കെ ഈ അമേരിക്കയും ഇസ്രയേലും നിരന്തരമായി ഇങ്ങനെ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് മധ്യേഷ്യയിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് ഭീഷണിയാകും എന്നുള്ള ഒറ്റ ഭയം കൊണ്ട് തന്നെയാണെന്നുള്ള വിവരം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയുടെ ഈ ഉള്ളിലിരിപ്പ് ചൈനയും റഷ്യയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാനൊപ്പം ഈ രാജ്യങ്ങൾ നിൽക്കുന്നത്. ഇറാൻ ഇപ്പോൾ തന്നെ 60% ഗ്രേഡ് നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അണുവായുധത്തിന് വേണ്ടിയാണെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. തന്നെയുമല്ല, ഈ അണുവായുധം ഇവർ ഉണ്ടാക്കുന്നത് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടാണെന്നും ഇസ്രായേൽ വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്നാൽ റഷ്യയും ചൈനയും പറയുന്നത് മറ്റൊന്നാണ്. US ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്നാണ്. മധ്യേഷ്യയിൽ ഇറാൻ, ചൈന, റഷ്യ കൂട്ടുകെട്ട് അമേരിക്കയ്ക്ക് ഭീഷണി ആയതുകൊണ്ടാണ് അമേരിക്ക കർശന നിലപാടെടുക്കുന്നത് എന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ അതിലുപരി മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യങ്ങൾ ചൈന കൂടുതൽ ഇടപെടാൻ ശ്രമിക്കുന്നത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം ആരംഭിച്ചത് അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ ക്ഷീണമായി തന്നെ മാറിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു വർഷം മുമ്പ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ ഇടപെട്ടതും ഈ ചൈന തന്നെയാണ്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ചൈനയുടെ ഇടപെടൽ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ചൈന ഇങ്ങനെ അടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അത് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ചൈന ഇവിടുന്ന് പിൻവലിയണം. അതിനുവേണ്ടി അവർ പല തന്ത്രങ്ങളും ഇറക്കിയിട്ടുന്ന ഒരു രക്ഷയില്ല. ചൈനയായിട്ട് കൂടുതൽ ഈ മധ്യേഷ്യൻ രാജ്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്.
അതുകൊണ്ട് തന്നെ റഷ്യ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചൈന അങ്ങ് ദൂരെ നിന്ന് വന്നിട്ട് ഇവരുമായിട്ട് കൂടുതൽ അടുക്കുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ്. ഇതിൻ്റെ എല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ ലോകത്ത് അമേരിക്കൻ മേധാവിത്വത്തിന് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപിൻ്റെ വ്യാപാര നിയന്ത്രണങ്ങളും യൂറോപ്പുമായി അകന്നതും ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും ഉക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്നും റഷ്യ പിന്തിരിയാത്തതും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നിലപാടെടുക്കാത്തതുമെല്ലാം അമേരിക്കയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സത്യത്തിൽ അമേരിക്ക ലോകത്തിപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ട്രംപ് തൻ്റെ നിലപാടിൽ ഒന്നിലും ഉറച്ചു നിൽക്കാത്തതാണ് എന്നാണ് ഈ പൊതുവെ വിലയിരുത്തുന്നത്. ഇന്ത്യയായിട്ട് പോലും ഈ ട്രംപ് ഇപ്പോൾ ഏതാണ്ട് അകന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായിട്ട് ഇപ്പോൾ 100% നികുതിയൊക്കെ ഏർപ്പെടുത്താനുള്ള പരിപാടിയാണ്. അതിപ്പോൾ ഏതാണ്ട് മെയ് ലാസ്റ്റ് എങ്ങാണ്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോകത്തുള്ള എല്ലാ സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ടും ഈ ട്രംപ് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയേക്കാൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചൈനയെ തന്നെയാണ്. ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ചൈന ഇപ്പോൾ എല്ലായിടത്തും പിടിമുറുക്കുന്നത് അല്ല, അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നത് തന്നെയാണ്. മധ്യേഷ്യയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇസ്രായേലിനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ആദ്യത്തെ അണുപരീക്ഷണം തടയാനുള്ള എല്ലാ വഴികളും തേടുമ്പോൾ റഷ്യയും ചൈനയും സംയുക്തമായി അമേരിക്കയ്ക്ക് നൽകുന്ന താക്കീത് അമേരിക്കൻ നിലനിൽപ്പെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ട്രംപിന് മധ്യേഷ്യയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അഥവാ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ട്രംപ് ഭയപ്പെടുന്നത് പോലെ തന്നെ അമേരിക്കയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള റഷ്യയുടെയും ചൈനയുടെയും പിൻബലമുള്ള ഒരു മഹായുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. അതിന് ലോകമഹായുദ്ധമൊന്നും ഞാൻ പറയുന്നില്ല. അമേരിക്കയെ മാത്രം ടാർഗറ്റ് ചെയ്ത്, അതായത് അമേരിക്ക എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരുടെ മേധാവിത്വം അവസാനിപ്പിച്ച് ഈ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ആ മേധാവിത്വം പിടിച്ചെടുക്കാനുള്ള ആ ഒരു തന്ത്രത്തിൽ അവർ മാക്സിമം ഇറാനെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അതിലൂടെ അമേരിക്കയുടെ സകല പ്രതാപവും അസ്തമിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.